ഉദ്ഘാടന മാമാങ്കങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അതായത് എവിടെയൊക്കെ കല്ല് നാട്ടാമോ അവിടെയൊക്കെ കല്ല് നാട്ടി അടുത്ത പിണറായി 3 വരുമ്പോൾ ഇത് പൂർത്തിയാക്കും എന്ന് പറയുക. അഥവാ ഇത് പൂർത്തിയായ പദ്ധതി ആയിരിക്കുമെന്ന് പൊതുജനം ധരിക്കും. അതിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ പൂർത്തിയായ പദ്ധതിയല്ല, ഇത് കല്ലുനാട്ടൽ ചടങ്ങാണ് അല്ലെങ്കിൽ കല്ലിടൽ ചടങ്ങാണ് എന്ന് മനസ്സിലാവുക. അതുപോലുള്ള ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ് അങ്ങ് ഒരു സീരീസ് ആയിട്ട് മാമാങ്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നമ്മുടെ മുൻപിൽ എന്നും വന്നു പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ന്യൂസ് പേപ്പർ തുറന്നാലും നമുക്കത് കാണാം. അതാണ് അവസ്ഥ. അപ്പം ഇവിടെ ഇപ്പോൾ കേരള റബ്ബർ ലിമിറ്റഡ്, അതായത് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ 750 ഹെക്ടർ ഭൂമി കേന്ദ്രത്തിൽ നിന്ന് കേരളം ഏറ്റെടുത്തിരുന്നു. വെള്ളൂർ ന്യൂസ് പ്രിന്റ് അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതും ഏറ്റെടുത്ത് ആ ഭൂമിയും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിരുന്നു. അവിടെയാണ് ഇപ്പോൾ കേരള റബ്ബർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പദ്ധതിക്ക് ഒരു ചരിത്രമുണ്ട്. 2016-17 ബജറ്റിൽ ഡോക്ടർ ഐസക് റബ്ബർ കർഷകരോട് ഒരു പ്രോമിസ് നടത്തിയിരുന്നു. അതായത് അന്ന് 2016-17 കാലഘട്ടത്തിലൊക്കെ റബ്ബറിൻ്റെ വില വളരെ താഴേക്ക് പോയിരുന്ന ഒരു അവസരമാണ്. അപ്പോൾ റബ്ബർ കർഷകരെല്ലാം റബ്ബർ മരങ്ങൾ വെട്ടിക്കളയുന്ന അവസ്ഥ. അപ്പോഴാണ് ഡോക്ടർ ഐസക് സിയാൽ മോഡൽ കമ്പനി എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. എന്താണ് അത്? വളരെ ലാഭത്തിൽ ഓടുന്ന, ഈ പ്രാവശ്യം തന്നെ 32% എങ്ങാണ്ടാണ്, 32-35% എങ്ങാണ്ടാണ് സിയാലിൻ്റെ ലാഭം. എന്താ അത്? ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ള കമ്പനി, ഗവൺമെന്റ് ഓഫ് കേരളയുമായിട്ട് ലിങ്ക്ഡ് ആണ് താനും. അങ്ങനത്തെ ഒരു കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കും എന്ന് വെച്ചാൽ അത് സിയാൽ പോലെ വർഷാവർഷങ്ങളിൽ ലാഭം ഉണ്ടാക്കി മുന്നേറും. അത് റബ്ബർ കർഷകരെ രക്ഷിക്കും. ഇതായിരുന്നു. റബ്ബർ കർഷകർക്ക് കൃത്യമായ വില കിട്ടും. അതുമാത്രവുമല്ല, റബ്ബർ കൊണ്ടുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ വഴിയായിട്ട് വേറൊരു തലത്തിലേക്ക് റബ്ബർ കർഷകരുടെ ജീവിത നിലവാരവും എല്ലാം ഉയർത്താൻ പറ്റും. 10 ലക്ഷത്തിലേറെ പേർ ഏർപ്പെട്ടിരിക്കുന്ന കൃഷിയാണ് റബ്ബർ. അപ്പം എത്രയോ ലക്ഷം പേര്, ആ 10 ലക്ഷം കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന പദ്ധതിയാണ് റബ്ബർ കൃഷി. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തു വന്നാലും. അപ്പം അങ്ങനെ ഒരു പ്രോമിസാണ് അന്ന് തോമസ് ഐസക് കൊടുത്തിരുന്നത്. പക്ഷേ ഈ 10 വർഷമായിട്ടും ഇതുവരെയും ചോദിച്ചാൽ എന്ത് സംഭവിച്ചു സിയാൽ പോലൊരു കമ്പനിക്ക് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അപ്പം അതിനൊരു ഉത്തരം കൊടുക്കുക, ഞങ്ങളത് പൂർത്തീകരിച്ചു എന്നൊരു ഉത്തരം കൊടുക്കുക. ആ ചിന്തയോടുകൂടിയാണ് ഇങ്ങനെ ഈ ഒരു കേരള റബ്ബർ ലിമിറ്റഡ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ എവിടെയാണ് ഇത് തീരുമാനിച്ച് നടപ്പാക്കുന്നത്? അതായത് ഈ പറയപ്പെട്ട വെള്ളൂർ ന്യൂസ് പ്രിന്റിന്റെ വൈക്കത്തുള്ള 750 ഹെക്ടർ ഭൂമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമി. അവിടെ എത്ര ഫാക്ടറികളാണ് വന്നത്? റബ്ബർ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒന്നും വന്നിട്ടില്ല. പക്ഷെ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മന്ദിരം പണിതിട്ടുണ്ട്. ആ അഡ്മിനിസ്ട്രേറ്റീവ് മന്ദിരത്തിന്റെ താക്കോൽദാന പ്രക്രിയ അതാണ് അവിടെ ഇനോഗ്രേഷൻ ആക്കി നടത്തിയത്. അതിൻ്റെയോടൊപ്പം തന്നെ മറ്റെന്തുകൂടി ചെയ്തു? അവിടെ വാല്യൂ ആഡഡ് റബ്ബറിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ട് എന്ന് താല്പര്യപത്രം ഗവൺമെന്റിലേക്ക് അർപ്പിച്ച ഏതാനും പേർക്ക് അതിനുള്ള സമ്മതി പത്രവും കൊടുത്തിരിക്കുന്നു. ഇതാണ് അവിടെ നടന്നിരിക്കുന്നത്. നാം കേട്ടാൽ ഓർക്കും, അന്ന് 10 വർഷം മുൻപ് ബജറ്റിൽ പറഞ്ഞിരുന്ന ആ പ്രഖ്യാപനം പ്രാബല്യത്തിലായി, അഥവാ അത് പൂവണിഞ്ഞു, അത് റബ്ബർ കർഷകരെ സഹായിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചത് ഇത് മാത്രമാണ്. എങ്കിൽ പോലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ കൊടുക്കുന്ന ഒരു ധ്വനി ഇതാണ്: ഞങ്ങള് ആ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ഒക്കെ ശരിയായിരിക്കുന്നു, ഏതാനും പേർക്ക് സമ്മതി പത്രവും കൊടുത്തിരിക്കുന്നു. ഇനി 3ാം പിണറായി വിജയൻ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഇത് എത്രയും നേരത്തെ പ്രവർത്തന സജ്ജമാകും എന്നുള്ള ഒരു ധ്വനി, അതാണ് മലയാളികൾക്ക് ഗവൺമെന്റ് ഈ ഇനോഗ്രേഷൻ വഴി നടത്തുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ചോദിക്കുകയാണ്, കൊച്ചി വ്യവസായ ഇടനാഴി ഗവൺമെന്റ് വലിയ ആഘോഷപൂർവ്വം ഇതേ 2016-17 ബജറ്റിൽ തന്നെയാണ് കൊച്ചി വ്യവസായ ഇടനാഴി വരുന്നു,
എന്ന് പറഞ്ഞത്. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പച്ചപ്പരവതാനി വിരിച്ചു കൊടുക്കുകയും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാം, പാലക്കാടിനെ ഒരു നഗരമായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇതുവരെ കാര്യമായിട്ട് ഉള്ള നടപടികളൊന്നും നടന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. അതേ സമയത്ത് കൊച്ചി, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി സാധ്യമായിരുന്നു എങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മുടെ ഇവിടെ MSMEs ആണുള്ളത്, അതും പ്രത്യേകിച്ച് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ്. പക്ഷെ അവ തന്നെ വളരെ നന്നായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ഉണ്ട്. അവയുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ മറ്റ് മീഡിയം എന്റർപ്രൈസസിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഒക്കെ ആഗോള നിലവാരത്തിൽ എത്തുകയും ഇഷ്ടം പോലെ വിപണി കണ്ടെത്തുകയും ചെയ്തേനെ. ഇവിടുത്തെ വ്യവസായ അന്തരീക്ഷം തന്നെ മാറിപ്പോയേനെ. പക്ഷെ ആ ഒരു വ്യവസായ ഇടനാഴി വരാത്തത് ആണ് ഏറ്റവും വലിയ വിരോധാഭാസമായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നത്. അപ്പോൾ ഈ അടുത്തിടെ നിതി ആയോഗ് 2025-26 നിതി ആയോഗ് നടത്തിയ ഒരു പഠനമുണ്ട്. അതായത് സംസ്ഥാനങ്ങളുടെ കയറ്റുമതി സജ്ജത പഠനം, കയറ്റുമതി മത്സര സജ്ജത പഠനം. അതായത് കയറ്റുമതി കാര്യത്തില് സംസ്ഥാനങ്ങൾ ഏത് നിലവാരത്തിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ആ പഠനം. ആ പഠനത്തില് 28 സംസ്ഥാനങ്ങളിൽ കേരളത്തിന് 53.76% മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാർക്ക് ഇത്ര കുറഞ്ഞു പോയത്? 53%. അയ്യോ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലൊക്കെ അത് ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പം നോക്കാറില്ല ആരും. എങ്കിൽ തന്നെയും അത് 1ാം സ്ഥാനത്താണ് എന്നൊക്കെ വിളക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ്. അപ്പൊ അങ്ങനെയുള്ള ആ ഗവൺമെന്റിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് ഈ മത്സര സജ്ജത പഠനം. നിതി ആയോഗിന്റെ 25-26 ആ പഠന റിപ്പോർട്ട് ഇക്കഴിഞ്ഞ 2025 ഡിസംബറിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അതിനകത്ത് പറയുന്ന മത്സര സജ്ജതയില് സംസ്ഥാനങ്ങളില് മാർക്കിട്ടപ്പോൾ കേരളത്തിന് കിട്ടിയത് 53.76% മാർക്ക്. അതായത് ശരാശരിയേക്കാൾ കുറച്ച് മുകളില്, 50%-നേക്കാൾ കുറച്ച് 53.76% മാർക്ക്. എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത്? അതിനും നിതി ആയോഗ് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം ഇവിടുത്തെ ഭൂമിയുടെ ദൗർലഭ്യം. അതായത് മത്സരസജ്ജമായ രീതിയിൽ വ്യവസായങ്ങളോ ഒക്കെ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാർഷിക വളർച്ചയൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ദൗർലഭ്യം കാരണം അതിനുള്ള സാധ്യത കുറയുന്നു. 2, ഉയർന്ന ഉൽപാദന ചെലവ്. ഉയർന്ന ഉൽപാദന ചെലവെന്ന് പറയുമ്പോൾ എല്ലാ റോ മെറ്റീരിയൽസും നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരണം, തൊഴിലാളികളെ പോലും നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഉൽപാദന ചെലവ് വളരെ ഹൈ ആണ്. അത് കൂടാതെ പറയാതെ പറയുന്നു നിതി ആയോഗ് വേറൊന്ന്, ഉൽപാദന ചെലവ് കൂടുന്നതിന്റെ മറ്റൊരു കാരണം എന്താണ്? നോക്കുകൂലി. കൂലി കൊടുത്താൽ പോരാ, അതിഭയങ്കരമായിട്ട്. അതായത് 350 രൂപയിൽ താഴെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ഡെയിലി വേജ്. ഇവിടെ അത് 1250, 1500 വരെയും എത്തി നിൽക്കുകയാണ്. അതും കൊണ്ട് തീരുന്നില്ലല്ലോ, വേറെയും വരികയല്ലേ നോക്കുകൂലി എന്ന് പറഞ്ഞ മറ്റൊരു കൂലി. അപ്പൊ ഈ തരത്തിലുള്ള ഉയർന്ന ഉൽപാദന ചെലവാണ് രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത്. മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് ഇവിടെ നിന്നുള്ള ബ്രെയിൻ ഡ്രെയിൻ. അതായത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ടെക്നോളജിക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമാകുന്ന ആ സാങ്കേതിക വിദഗ്ധരും ഒക്കെ കേരളം വിട്ടുപോകുന്നു. അപ്പം ആ ബ്രെയിൻ ഡ്രെയിൻ ആണ് മൂന്നാമത്തെ കാരണം. നമ്മുടെ മത്സര സജ്ജതയിൽ കുറവ് വരാനുണ്ടായ, ഇടിവുണ്ടാക്കാൻ കാരണമായ മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് ബ്രെയിൻ ഡ്രെയിൻ ആണ്. നാലാമത്തെ കാരണമായിട്ട് പറയുന്നത് 60+ പോപ്പുലേഷൻ. കേരളത്തിൽ 60+ പോപ്പുലേഷൻ ഏകദേശം 20% വരുന്നു. ഓൾ ഇന്ത്യ തലത്തില് 60+ പോപ്പുലേഷൻ 7% ഉള്ളൂ. അപ്പം ഏജിങ് ആണ് അടുത്ത ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം ഇതൊന്നുമല്ല. അതായത് നമ്മുടെ എൻജിനീയറിങ് അതുപോലെയുള്ള എല്ലാ തരം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, മെഡിസിൻ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷനും അപ്ഡേറ്റഡ് അല്ല, ടെക്നോളജി അഡ്വാൻസ്മെന്റ് നടത്തുന്നില്ല. അപ്പോൾ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എഡ്യൂക്കേഷനിൽ വേണം. അപ്പൊ അങ്ങനെ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ബജറ്റ് എടുത്ത് നോക്കണം. ഇപ്പോൾ ഒരു പുതിയ ബജറ്റ് അവതരിപ്പിച്ചു പോയല്ലോ. ആ ബജറ്റില് GSDPയുടെ 2% മാത്രമാണ് വിദ്യാഭ്യാസ മേഖലയ്ക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ആ 2%, അതായത് അമേരിക്ക, ചൈന പോലെയുള്ള രാജ്യങ്ങളൊക്കെ 6%-ലധികം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്താണ് കേരളം വെറും 2% മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലും നടക്കില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ എന്താണ് സംഭവിച്ചത്? പ്ലാൻ
ഫണ്ട് 38% പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷൻ സാധ്യമായത്. എന്തുകൊണ്ടാണ് 38% കുറഞ്ഞത്? ഇവിടുത്തെ ധനപ്രതിസന്ധി മൂലം പ്ലാൻ ഫണ്ട് 50% എന്നും പറഞ്ഞ് ആദ്യം വെട്ടിച്ചുരുക്കി, അതിനുശേഷം പിന്നെയും കൂടുതൽ ചുരുക്കി കാണും. അതുകൊണ്ടാണല്ലോ 38% പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷൻ സാധ്യമായുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്ലാൻ ഫണ്ടും ഇല്ല, വിദ്യാഭ്യാസത്തിനോ ഹെൽത്തിനോ ഒക്കെയുള്ള എക്സ്പെൻഡിച്ചർ വളരെ കുറഞ്ഞു പോകുന്നു. അതൊക്കെ കാരണം കൊണ്ടാണ് നമ്മുടെ ഈ പറയപ്പെട്ട അതായത് ഈ കേരളത്തെ ഒരു ആഗോള ഹബ്ബാക്കി, എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റും എന്നൊക്കെയാണ് ഓരോ ഇനോഗ്രൽ അഡ്രസ്സിൽ, ഓരോ മീറ്റിങ്ങുകളിലൊക്കെ ഇവരൊക്കെ പ്രസംഗിക്കുന്നത്. പക്ഷെ ആ പ്രസംഗത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് നിതി ആയോഗിന്റെ ഈ പഠനം. അതായത് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ ആക്കി വളർത്തുമെന്ന് കേന്ദ്രം പറയുന്നു, അതിനേക്കാൾ വലിയ ഹബ്ബാക്കി മാറ്റുമെന്ന് സംസ്ഥാനം പറയുന്നു. പക്ഷെ കേന്ദ്രം സ്പെൻഡ് ചെയ്യുന്നതും സംസ്ഥാനം സ്പെൻഡ് ചെയ്യുന്നതും വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമാണ് വിദ്യാഭ്യാസത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ക്വാളിറ്റി കുറഞ്ഞതാണ്, കേപ്പബിലിറ്റി ഇല്ലാത്തതാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ റിസർച്ച് ഫെലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ അതൊന്നും നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഇലക്ഷൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ആ പേര് പറയാമെന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ ഈ പറയപ്പെട്ട ഇനോഗ്രേഷൻ മാമാങ്കങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം ഒന്നും ചെയ്തില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഓരോ ദിവസവും പല ഇനോഗ്രേഷൻസ്, അതായത് പല പദ്ധതികളും നടപ്പാക്കി എന്ന് പറഞ്ഞാണ് മറ്റ് കർമ്മങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷെ അവിടെയൊക്കെ കല്ലിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം കെട്ടുകയോ ഒക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തത് എന്നൊരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും നമ്മളുടെ മുൻപിൽ നിൽക്കുകയാണ്.